അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ പ്രിപ്പറേഷൻ വീഡിയോ ആണ് തേങ്ങ പീരയിട്ട് നെത്തോലി വെക്കുന്നത്. ഈ കോഡൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഫ്രഷ് ടോമിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ആ കോഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് നിങ്ങൾ ആദ്യമായിട്ട് ഫ്രഷ് ടോം എൻ്റെ ലിങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും. ആ കോഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്താൽ മതി, നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പം പിന്നെ ഇത് എല്ലാം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മീൻ മഞ്ഞളിൽ ഇങ്ങനെ പുരട്ടി വെച്ചിരുന്നു. പിന്നെ ഈ അരപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇച്ചിരി വലുതായിട്ട് കഴിഞ്ഞാൽ ഉള്ളിയും മുളക് പൊടിയും പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ അമ്മ കൈകൊണ്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത്, അതിൻ്റെ രുചി വേറെ തന്നെയാണ്. നിങ്ങൾക്ക് സ്പൂണൊക്കെ ഉപയോഗിക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി എടുത്ത് ഇതിലേക്ക് കഴിക്കും. മീൻ പുളി എന്ന് പറയുന്ന സാധനം ചിലർക്ക് കൊക്ക ഉപയോഗിക്കും. പിന്നെ നമ്മൾ കുറച്ച് കരിയാപ്പില മേളിലോട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് വേവിച്ചു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് റെഡിയായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്നും ചെറുതായിട്ട് മിക്സ് ചെയ്യാൻ ഉടഞ്ഞു പോകാതെ പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ്. പിന്നെ കറിവേപ്പില മേളിലോട്ട് ഇങ്ങനെ വെതറി തണ്ടോടി കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല. ഒരു 20 മിനിറ്റ് മാക്സിമം ഒന്ന് വേവിക്കണം. അത് കഴിഞ്ഞാൽ തേങ്ങ പീരയിട്ട് അല്ലെ തേങ്ങ അരച്ച് വെച്ച നെത്തോലി കൂട്ടാൻ റെഡി. പിന്നെ നിങ്ങൾ ഫ്രഷ് ടോം ആപ്പിൽ പോയി ഈ കോഡിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കിട്ടും.